പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബെന്യാമിൻ്റെ ഏറ്റവും പുതിയ പുസ്തകമാണ് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയൂ. ഇതൊരു വളരെ യുണീക്ക് ആയിട്ടുള്ള പുസ്തകമാണ്. ബേസിക്കലി ബെന്യാമിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വർക്കായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഈ പുസ്തകത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് എഴുത്തുകാർ, ഗ്രന്ഥശാലകൾ, പബ്ലിഷിംഗ് കമ്പനികൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. നിക്കോസ് കസാൻസാക്കിസ് എന്നുള്ള ഗ്രീക്ക് റൈറ്റർ ഉണ്ട്, ലെജൻഡറി ഗ്രീക്ക് റൈറ്റർ. എൻ്റെയൊക്കെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് കസാൻകിസ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സോർബ ദ ഗ്രീക്ക് എന്ന് പറയുന്ന ഒരു എപ്പിക് നോവലുണ്ട്. അപ്പോൾ ഈ കസാൻസാക്കിസിൻ്റെ ജീവിതം, അദ്ദേഹം നോവൽ എഴുതാനുണ്ടായ സാഹചര്യങ്ങൾ, അദ്ദേഹം എഴുതിയ നോവലുകൾ, അതിലെ കഥാപാത്രങ്ങൾ, അതിനെ തേടി പോകുന്ന കുറച്ച് ആൾക്കാർ, ഇങ്ങനെ മിത്തും റിയാലിറ്റിയും എല്ലാം മിക്സ് ചെയ്ത് നോവലുകളും കഥാപാത്രങ്ങളും സാഹിത്യകാരന്മാരും എല്ലാവരും ഒരുമിച്ച് വരുന്ന ഒരു 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 സ്പെഷ്യൽ നോവലാണ് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയും. ഈ നോവൽ നടക്കുന്നതും പല കാലഘട്ടങ്ങളിലായിട്ടാണ്. 1980s ഉണ്ട്, 2000 ഉണ്ട്, 2020. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ചില ചാപ്റ്റേഴ്സ് 80സിലാണ്, ചിലത് 2020 ആണ്, ചിലത് 2000s ആണ്. അപ്പോൾ ഒരു ഒരു ഇതിലെ സെൻട്രൽ ക്യാരക്ടർ, ഡി എന്ന് പറയുന്ന സെൻട്രൽ ക്യാരക്ടർ, അവരുടെ കാമുകനും ഒരുമിച്ചിട്ട് ഒരു ബുക്ക് പബ്ലിഷിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതും അതിൻ്റെ സ്ട്രഗിൾസും, ഇവരെല്ലാവരും നിക്കോസിൻ്റെ ഭയങ്കര ഫാൻസാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അന്വേഷിക്കുന്നതും സ്വപ്നം കാണുന്നതും ഇങ്ങനെയൊക്കെയാണ് ഈ നോവലിൻ്റെ മുന്നോട്ടുള്ളൊരു പോക്ക്. ഒരു ആവറേജ് വായനക്കാരനെ സംബന്ധിച്ച് ഈ നോവൽ എത്രത്തോളം തൃപ്തികരമാവും എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് സാഹിത്യകാരന്മാർ, കവികൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് പരാമർശങ്ങളുണ്ട്. ഇപ്പോൾ കവികളെ എടുത്തു കഴിഞ്ഞാൽ അയ്യപ്പ പണിക്കർ മുതൽ നെരൂദ വരെയും, അതുപോലെ നോവലിസ്റ്റുകളെ എടുത്തു കഴിഞ്ഞാൽ സച്ചിദാനന്ദൻ മുതൽ മാർക്കേസ് വരെയും പല പല ആൾക്കാരെ പറ്റിയിട്ടുള്ള കോട്ടുകൾ, റെഫറൻസുകൾ, അവരുടെ ലൈഫിലെ ഇൻസിഡൻസ്, ഇതൊക്കെ ചിലത് ഫിക്ഷനാണ്, ചിലത് റിയാലിറ്റിയാണ്, ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് എഴുതിയതുകൊണ്ട് പുസ്തകങ്ങളെയും സാഹിത്യകാരന്മാരെയും വായനശാലകളെയും ഗ്രന്ഥശാലകളെയും പ്രിൻറ്റിങ് പബ്ലിക്കേഷനുകളെയൊക്കെ ഒരു പരിധിവരെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചുകൂടി ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും എന്നെ സംബന്ധിച്ച് ഇതൊരു അമൂല്യ നിധി തന്നെയാണ്. കാരണം ഞാനൊരു ഹ്യൂജ് കസാൻസാക്കിസ് ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ബെന്യാമിൻ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നമ്മൾ അറിയാത്ത ഒരുപാട് സന്ദർഭങ്ങൾ, ഒരുപാട് കഥാപാത്രങ്ങൾ, റിയൽ ലൈഫിലെ സ്ത്രീകൾ, അദ്ദേഹത്തിൻ്റെ രചനകളുടെ പശ്ചാത്തലങ്ങൾ പലത് ഇതിൽ റെഫറൻസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ബെന്യാമിൻ ഇതുവരെ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും നല്ല നോവലായിട്ടാണ് മൾബറി എന്നോട് നിൻ്റെ സോർബയെക്കുറിച്ച് പറയുന്നുള്ള വരുന്നത്. നിങ്ങളുടെ അഭിപ്രായം എങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ എന്തായാലും പറ്റുകയാണെങ്കിൽ വായിച്ചു നോക്കൂ മൾബറി എന്ന് പറയുന്ന നോവൽ. താങ്ക് യു.